എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ബാങ്കിംഗ് ഭേദഗതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കും ഒരേ സമയം 4 നോമിനികളെ വരെ വയ്ക്കുന്നതിന് വേണ്ടി അവസരം നൽകുന്ന ബാങ്കിംഗ് ഭേദഗതി ബില്ല് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുണ്ട്. നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതി വിജ്ഞാപനത്തിലൂടെ പ്രഖ്യാപിക്കുന്നതാണ്. ബാങ്കിങ്ങുമായി ബന്ധപ്പെടുത്തിയുള്ള 1934 RBI നിയമം, 1949 ബാങ്കിംഗ് നിയന്ത്രണ നിയമം, 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം, 1970 1980 ബാങ്കിംഗ് കമ്പനീസ് നിയമം എന്നിവയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. നിലവിൽ ലോക്കർ, ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നിവയ്ക്ക് ഒരു നോമിനിയാണ് അനുവദിച്ചിരുന്നത്. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ പെരുകുന്നത് ഒഴിവാക്കുവാനാണ് നിലവിലിത് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സഹകരണ ബാങ്കുകളുടെ ചെയർമാൻ ഒഴികെയുള്ള ഡയറക്ടർമാരുടെ കാലാവധി 8 വർഷം വരെ ആക്കിയിരുന്നത് 10 വർഷമാക്കുന്നതാണ്. കേരളത്തിലും മറ്റും ഒരു തവണ 5 വർഷമാണ് കാലാവധി ഉണ്ടായിരുന്നത്. 2 തവണ ഡയറക്ടറാകുന്ന വ്യക്തി 8ാം വർഷത്തിൽ സ്ഥാനമൊഴിയേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഒഴിവാകുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാനും കൂടെ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.